മൂന്നാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയ പുസ്തകം പാർട്ട് 2 നോക്കാം. ചാപ്റ്റർ 5 ഫുഡ് ആൻഡ് ഹെൽത്ത്, ആഹാരവും ആരോഗ്യവും. നമുക്ക് ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കാം. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? വീട്ടിലെല്ലാവരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുകയാണല്ലേ. അപ്പോൾ പെൺകുട്ടി എന്തോ പറയുന്നുണ്ടല്ലോ. വൗ, മൈ ബ്രദർ പ്രിപ്പേഴ്സ് ഡിലീഷ്യസ് വെജിറ്റബിൾ സാലഡ്. ഓ, ചേട്ടനുണ്ടാക്കുന്ന പച്ചക്കറി സാലഡ് സൂപ്പറാണ്. പെൺകുട്ടി എന്താ പറയുന്നത്? ചേട്ടനുണ്ടാക്കുന്ന പച്ചക്കറി സാലഡ് സൂപ്പറാണ്. ഹാവ് യു എവർ ഹാഡ് എ വെജിറ്റബിൾ സാലഡ്? ഡു യു നോ ഹൗ ടു പ്രിപ്പയർ എനി ഡിഷസ്? വാട്ട് ഓൾ ഡിഷസ് ഹാവ് യു പ്രിപ്പയർഡ്? നിങ്ങൾ പച്ചക്കറി സാലഡ് കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഏതെങ്കിലും ഭക്ഷ്യ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ? എന്തെല്ലാം വിഭവങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്? അപ്പോൾ നിങ്ങൾ പച്ചക്കറി സാലഡ് കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്തെല്ലാം വിഭവങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെ. നിങ്ങൾ 3ാം ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ട് പച്ചക്കറി സാലഡൊക്കെ കഴിച്ചിട്ടുണ്ടാകും, പക്ഷേ നിങ്ങൾക്ക് തനിയൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ? അപ്പോൾ നിങ്ങളതെല്ലാം അമ്മയോട് ചോദിക്കുക. നെക്സ്റ്റ് പേജ് ഡിഷസ്. എന്താണ് ഡിഷസ് എന്ന് പറഞ്ഞാൽ? ഭക്ഷ്യ വിഭവങ്ങൾ അല്ലേ. വിച്ച് ആർ ദി ഡിഷസ് ദാറ്റ് യു യൂഷ്വലി ഈറ്റ്? നിങ്ങൾ കഴിക്കാറുള്ള വിഭവങ്ങൾ ഏതെല്ലാമാണ്? ഹൗ അബൌട്ട് യുവർ ഫ്രണ്ട്സ്? നിങ്ങളുടെ കൂട്ടുകാരോ? വിച്ച് ആർ ദി ഫുഡ് ഐറ്റംസ് യൂസ്ഡ് ടു മേക്ക് ദീസ് ഡിഷസ് കംപ്ലീറ്റ് ദി ടേബിൾ? അതായത് ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ, ഫുഡ് ഐറ്റംസ് ഉപയോഗിച്ചാണ് ഈ വിഭവങ്ങളൊക്കെ, ഈ ഡിഷസൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ഈ ടേബിള് നമ്മൾ ഫില്ല് ചെയ്യണം, അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ഡിഷ് കൊടുത്തിട്ടുണ്ട്, ഫുഡ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്, ബാക്കി ഫില്ല് ചെയ്യണം. ആദ്യം എന്താണ് കൊടുത്തിരിക്കുന്നത്? ബോയിൽഡ് റൈസ് എന്ന് വെച്ചാൽ ചോറ്. അത് എന്ത് ഫുഡ് ഐറ്റം, അതായത് എന്ത് ഭക്ഷ്യവസ്തു വെച്ചാണ് അത് ഉണ്ടാക്കുന്നത്? റൈസ്, അതായത് അരി വെച്ചാണ് ചോറ് ഉണ്ടാക്കുന്നത്. പിന്നെ ചപ്പാത്തി, അതിൽ വീറ്റ് കൊടുത്തിട്ടുണ്ട്. വേറെ എന്തൊക്കെ ഫില്ല് ചെയ്യാം? ചപ്പാത്തി ഉണ്ടാക്കാൻ വേറെ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് വേണം? സാൾട്ട് വേണം അല്ലേ, ഉപ്പ് വേണം, പിന്നെ വാട്ടർ, വെള്ളം വേണം. അപ്പോൾ വീറ്റ്, സാൾട്ട്, വാട്ടർ, ഇത്രയും ഫുഡ് ഐറ്റംസ്, ഭക്ഷ്യവസ്തുക്കൾ വെച്ചാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് സാമ്പാർ. എന്തൊക്കെ ഭക്ഷ്യവസ്തുക്കൾ വേണം? പൊട്ടാറ്റോ കൊടുത്തിട്ടുണ്ട്, ലേഡീസ് ഫിംഗർ, ടൊമാറ്റോ, ഡാൽ, ഇത്രയും സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് ഉരുളക്കിഴങ്ങ്, വെണ്ടയ്ക്ക, തക്കാളി, പരിപ്പ്, ഇത്രയും കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം. വേറെ എന്തൊക്കെ വേണം? വെജിറ്റബിൾസ്. സാമ്പാറിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ ചേർക്കാം. പിന്നെ ചില്ലി പൗഡർ വേണം, അതായത് റെഡ് ചില്ലി പൗഡർ, മുളക് പൊടി വേണം, പിന്നെ കൊറിയാണ്ടർ പൗഡർ, അതായത് മല്ലിപ്പൊടി വേണം, പിന്നെ ടർമറിക് പൗഡർ, അതായത് മഞ്ഞൾപ്പൊടി. പിന്നെ എന്താണ് വേണ്ടത്? അസ്ഫോയിറ്റിഡ എന്ന് വെച്ചാൽ കായം. പിന്നെ കറി ലീവ്സ് വേണം, അതായത് കറിവേപ്പില. പിന്നെ മസ്റ്റാർഡ്, അതായത് മസ്റ്റാർഡ് എന്ന് പറഞ്ഞാൽ കടുക്. പിന്നെ എന്താണ്? പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇടാം, ബ്രിഞ്ചൽ, ഒനിയൻ, അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ ഇടാം. പിന്നെ സാൾട്ട്, വാട്ടർ, പിന്നെ ടമറിൻറ്റ്, ഇത്രയും സാധനങ്ങൾ സാമ്പാർ ഉണ്ടാക്കുവാനായിട്ട് വേണം. അടുത്ത എഗ്ഗ് കറിയാണ്. എഗ്ഗ് കറിക്ക് എന്തൊക്കെ വേണം? എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് വേണ്ടത്? എഗ്ഗ് വേണം അല്ലേ. പിന്നെ ഓനിയൻ, അതായത് സവാള. അപ്പോൾ മുട്ട വേണം, ഓനിയൻ വേണം. പിന്നെ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് വേണം? ടൊമാറ്റോ വേണം, ജിഞ്ചർ, റെഡ് ചില്ലി പൗഡർ വേണം, പിന്നെ എന്താണ്, ഗ്രീൻ ചില്ലി വേണം, പിന്നെ കറി ലീഫ്, കറിവേപ്പില വേണം, പിന്നെ സാൾട്ട്, ഗാർലിക്, വെളുത്തുള്ളി, പിന്നെ കൊറിയാണ്ടർ പൗഡർ, വാട്ടർ, ഇത്രയും സാധനങ്ങളും എഗ്ഗ് കറി വയ്ക്കുവാനായിട്ട് വേണം. പിന്നെ എന്താണ്? ഇനി അടുത്തത് നമ്മൾ കുറച്ച് ഡിഷസ് എഴുതി ചേർക്കണം. 2 എണ്ണം പറയാം. അവിയൽ എന്നു പേരുള്ള ഒരു ഡിഷ് നമുക്ക് നോക്കാം. അപ്പോൾ അതിനെന്തൊക്കെ വേണം? വെജിറ്റബിൾസ് വേണം, അതായത് അവിയലിന് ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് എന്ന് എഴുതിയാൽ മതി. പിന്നെ കോക്കനട്ട്, അതായത് തേങ്ങ വേണം, പിന്നെ ഓയിൽ, കോക്കനട്ട് ഓയിൽ തന്നെയാണ് നല്ലത്. പിന്നെ ഗ്രീൻ ചില്ലി വേണം, ക്യൂമിൻ സീഡ്സ്, അതായത് ജീരകം, പിന്നെ റെഡ് ഒനിയൻ, ചുവന്നുള്ളി, പിന്നെ കറി ലീവ്സ്, സാൾട്ട്, വാട്ടർ, ഇത്രയും സാധനങ്ങൾ അവിയലുണ്ടാക്കുവാൻ വേണം.
പിന്നെ ഫിഷ് കറിക്ക് എന്തൊക്കെ വേണം? ഫിഷ് വേണം അല്ലേ? പിന്നെ ചില്ലി പൗഡർ, പിന്നെ ടർമറിക് പൗഡർ, പിന്നെ എന്താണ്, ജിഞ്ചർ ഇഞ്ചി വേണം, പിന്നെ ഗ്രീൻ ചില്ലി വേണം, പിന്നെ ടമറിൻ്റെ പുളി വേണം, പിന്നെ സോൾട്ട്, വാട്ടർ, ഇത്രയും സാധനങ്ങൾ ഫിഷ് കറിക്ക് വേണം. അടുത്ത എന്താണ്? ആർ ഓൾ ദി ഫുഡ് ഐറ്റംസ് ദാറ്റ് യു ഹാവ് റിട്ടൺ ഓൺ ദി ടേബിൾ ഓഫ് ദി സെയിം ടൈപ്പ്? ഈ പട്ടികയിൽ എഴുതിയ ഭക്ഷ്യവസ്തുക്കൾ എല്ലാം ഒരേ ഇനമാണോ? ഒരേ തരത്തിലുള്ളത് ഏതെല്ലാം? അവ നമുക്ക് നോക്കാം. ലെറ്റ്സ് ക്ലാസിഫൈ. നമുക്കതെല്ലാം തരംതിരിക്കാം. ലുക്ക് അറ്റ് ദി നെയിം ആൻഡ് പിക്ചർ ഓഫ് ദി ഫുഡ് ഐറ്റംസ്. അപ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെ പേരും ചിത്രവും ശ്രദ്ധിക്കൂ. റൈറ്റ് ദെയർ നെയിംസ് ഇൻ ദി ഫുഡ് ബാസ്ക്കറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ദി നമ്പർ ഗിവൺ. അതിൽ നൽകിയിരിക്കുന്ന സംഖ്യാസൂചനകൾ അനുസരിച്ച് ഭക്ഷണക്കൂടയിൽ പേരുകൾ എഴുതൂ. ബാസ്ക്കറ്റിൽ കൊടുത്തിരിക്കുന്നു, വായിക്കാം. നമ്പർ 5 ബാസ്ക്കറ്റിൽ ഏതൊക്കെയാണ്? കൗപ്പീസ്, അതായത് വൻപയർ. പിന്നെ നമ്പർ 1 ക്യാബേജ്. ഒന്നാമത്തെ ബാസ്ക്കറ്റിൽ ക്യാബേജ്. രണ്ടാമത്തെ ബാസ്ക്കറ്റിൽ ജാക്ക് ഫ്രൂട്ട്, ചക്കപ്പഴം. പിന്നെ 6ാമത്തെ ബാസ്ക്കറ്റിൽ എന്താണ്? വീറ്റ്, ഗോതമ്പ്. പിന്നെ നമ്പർ 4 കൊളോക്കേഷ്യ, അതായത് ചേമ്പ്. നമ്പർ 5 ബംഗാൾ ഗ്രാം, കടല. പിന്നെ നമ്പർ 5 ഗ്രീൻ ഗ്രാം ഉണ്ട്, ചെറുപയറുണ്ട്. പിന്നെ നമ്പർ 3 മിൽക്ക്. നമ്പർ 1 ലേഡീസ് ഫിംഗർ, അതായത് വെണ്ടയ്ക്ക. പിന്നെ നമ്പർ 3 മീറ്റ്, ഇറച്ചി. നമ്പർ 2 മാംഗോ, മാങ്ങ. നമ്പർ 3 ഫിഷ്, മീൻ. നമ്പർ 6 റൈസ്. നമ്പർ 4 യാം എന്ന് വെച്ചാൽ ചേന. നമ്പർ 4 ടാപ്പിയോക്ക, കപ്പ. പിന്നെ നമ്മളത് താഴെ കൊടുത്തിരിക്കുന്ന കൂടുകളിലാക്കണം. നമ്പർ 1 എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? നമ്പർ 1 ക്യാബേജ്, ലേഡീസ് ഫിംഗർ. നമ്പർ 2 മാംഗോ, ജാക്ക് ഫ്രൂട്ട്. നമ്പർ 3 മിൽക്ക്, മീറ്റ്, ഫിഷ്. നമ്പർ 4 കൊളോക്കേഷ്യ, യാം, ടാപ്പിയോക്ക. നമ്പർ 5 ബംഗാൾ ഗ്രാം, ഗ്രീൻ ഗ്രാം, കൗപ്പീസ്. നമ്പർ 6 വീറ്റ് ആൻഡ് റൈസ്. അപ്പോൾ ഇത്രയും നമ്മൾ ഫില്ല് ചെയ്യുക. താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? വാട്ട് ആർ ദി ഫുഡ് ഐറ്റംസ് ഇൻ ദി ഫസ്റ്റ് ബാസ്ക്കറ്റ്? അതായത് ഒന്നാമത്തെ കൂടയിലുള്ളവ ഏതെല്ലാം? വിച്ച് കാറ്റഗറി ഡു ദേ ബിലോങ് ടു? ഇവ ഏത് കാറ്റഗറിയിൽ പെടുന്നു? ഏത് വിഭാഗത്തിൽ പെടുന്നു? അപ്പോൾ വാട്ട് ആർ ദി ഫുഡ് ഐറ്റംസ് ഇൻ ദി ഫസ്റ്റ് ബാസ്ക്കറ്റ്? ക്യാബേജ്, ലേഡീസ് ഫിംഗർ. പിന്നെ ഇവ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? ദേ ആർ വെജിറ്റബിൾസ്. ഇവ പച്ചക്കറി വിഭാഗത്തിൽ പെടുന്നു. ഇനി അടുത്ത പേജ് നോക്കാം. ഫൈൻഡ് ഔട്ട് മോർ ആൻഡ് കംപ്ലീറ്റ് ദി വേർഡ് സൺ. പദസൂര്യൻ പൂർത്തിയാക്കണം. കുറച്ച് വെജിറ്റബിൾസിൻ്റെ പേര് എഴുതി ചേർക്കണം, പച്ചക്കറികളുടെ പേര് എഴുതി ചേർക്കണം. എന്തൊക്കെ എഴുതി ചേർക്കാം? ഒനിയൻ, കുക്കുംബർ, ബീട്രൂട്ട്, ബ്രിഞ്ചൽ, ടൊമാറ്റോ, പംകിൻ, ബിറ്റർ ഗാർഡ്, സ്നേക്ക് ഗാർഡ്, ക്യാരറ്റ്, ആഷ് ഗാർഡ്, ബീൻസ്. അങ്ങനെ കുറച്ച് പച്ചക്കറികളുടെ പേരുകൾ എഴുതി ചേർക്കണം. ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് കാറ്റഗറി ക്യാൻ ദി ഫുഡ് ഐറ്റംസ് ഇൻ ദി സെക്കൻഡ് ബാസ്ക്കറ്റ് ബി ഇൻക്ലൂഡഡ്? രണ്ടാമത്തെ കൂടയിലുള്ള ഭക്ഷ്യവസ്തുക്കളെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്താം? ഫ്രൂട്ട്സ്. ഫൈൻഡ് ആൻഡ് റൈറ്റ് ഡൗൺ ദി നെയിംസ് ഓഫ് മോർ ഫ്രൂട്ട്സ്. കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പേരുകളൊക്കെ എഴുതുക. ഏതൊക്കെ ഫ്രൂട്ട്സ് നിങ്ങൾക്കറിയാം? ആപ്പിൾ, ഓറഞ്ച്, വാട്ടർമെലൺ, പൈനാപ്പിൾ, മാംഗോ ഫ്രൂട്ട്, ജാക്ക് ഫ്രൂട്ട്. അങ്ങനെ കുറച്ച് പേരുകൾ എഴുതി വയ്ക്കുക. ഹാവ് യു നോട്ടീസ്ഡ് ഹൗ എ പൈനാപ്പിൾ ഹാസ് ബീൻ ടേൺഡ് ഇൻടു എ ബേർഡ്? വിച്ച് ആർ ദി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ ദി ഫിഗർ ഓഫ് ദിസ് ബേർഡ്? അതായത് ഒരു പൈനാപ്പിൾ അല്ലേ, അത് പക്ഷിയായിട്ടൊരു ബേർഡിൻ്റെ ചിത്രമായിട്ട് മാറിയത് കണ്ടോ? അപ്പോൾ ഏതൊക്കെ പഴങ്ങളും പച്ചക്കറികളുമാണ് ഈ പക്ഷിയുടെ രൂപത്തിലുള്ളത്? ഏതൊക്കെയാണ്? അതായത് പൈനാപ്പിൾ ഉണ്ട്, വാട്ടർമെലൺ, പിന്നെയോ ബ്രിഞ്ചൽ, ക്യാരറ്റ്, ടൊമാറ്റോ. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഈ പക്ഷിയുടെ രൂപത്തിലുണ്ട്. ഡ്രോ ആൻഡ് കളർ പിക്ചേഴ്സ് ലൈക്ക് ദിസ് യൂസിങ് ഫ്രൂട്ട്സ്. അതായത് ഇതുപോലെ ഫ്രൂട്ട്സ്, പഴങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ഒരു പിക്ചർ തയ്യാറാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡിഡ് യു സീ ദി ഫുഡ് ഐറ്റംസ് ഇൻ ദി തേർഡ് ബാസ്ക്കറ്റ്? അതായത് മൂന്നാമത്തെ ഈ ബാസ്ക്കറ്റിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതെല്ലാം? അതൊക്കെ നിങ്ങൾ കണ്ടു അല്ലേ? അത് ഏതൊക്കെയാണ്?
മിൽക്ക്, മീറ്റ്, ഫിഷ്. വാട്ട് അതർ ഫുഡ് ഐറ്റംസ് ഡു യു നോ വിച്ച് വി ഗെറ്റ് ഫ്രം അനിമൽ സോഴ്സസ്? അതായത് ഈ അനിമൽസിൽ നിന്ന്, ജന്തുക്കളിൽ നിന്നൊക്കെ കിട്ടുന്ന മറ്റേതൊക്കെ ആഹാര സാധനങ്ങൾ നിങ്ങൾക്കറിയാമെന്നാണ്. വേറെ എന്തൊക്കെ കിട്ടും? എഗ്ഗ് കിട്ടും അല്ലേ? അപ്പോൾ എഗ്ഗ് എഴുതി വയ്ക്കുക. ഇൻ വിച്ച് കാറ്റഗറി ഡു ദി ഫുഡ് ഐറ്റംസ് ഇൻ ദി ഫോർത്ത് ബാസ്ക്കറ്റ് ബിലോങ് ടു? അതായത് 4ാമത്തെ ബാസ്ക്കറ്റിലുള്ള ഈ ഭക്ഷ്യവസ്തുക്കളൊക്കെ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്? ഏത് കാറ്റഗറിയിലാണ്? അത് ട്യൂബേഴ്സ്, അതായത് കിഴങ്ങ് വർഗ്ഗങ്ങൾ. 4ാമത്തെ ബാസ്ക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കൊളോക്കേഷ്യ, യാം, ടാപ്പിയോക്ക, അതായത് ചേമ്പ്, ചേന, കപ്പ എന്നിവയൊക്കെയാണ്. അപ്പോൾ അത് ട്യൂബേഴ്സ്, കിഴങ്ങ് വർഗ്ഗങ്ങളിൽ പെടും. അപ്പോൾ അത് ഏത് കാറ്റഗറിയിലാണ്? ട്യൂബേഴ്സ്. ഐ ഗ്രോ അണ്ടർഗ്രൗണ്ട് ആൻഡ് ബിലോങ് ടു ദി ട്യൂബർ ഫാമിലി. അതായത് ഈ യാം, ചേന പറയുന്നത് കേട്ടോ. എന്താണ് ചേന പറയുന്നത്? മണ്ണിനടിയിലാണ് ഞാൻ ഉണ്ടാകുന്നത്, ഞാൻ കിഴങ്ങുവർഗ്ഗത്തിൽ പെടുന്നു എന്നാണ് ഈ ചേന പറയുന്നത്. നെക്സ്റ്റ് പേജ് നോക്കാം. നെക്സ്റ്റ് പേജ്, വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ട്യൂബേഴ്സ് ഗ്രോൺ ഇൻ യുവർ ഏരിയ? നിങ്ങളുടെ പ്രദേശത്ത് ഏതൊക്കെ കിഴങ്ങുവർഗ്ഗങ്ങളാണ് കൃഷി ചെയ്യുന്നത്? ഏതൊക്കെയാണ്? യാം കൊടുത്തിട്ടുണ്ടല്ലേ, ചേനയുണ്ട്, പിന്നെയോ കൊളോക്കേഷ്യ, ചേമ്പ്, ടാപ്പിയോക്ക, കപ്പ, സ്വീറ്റ് പൊട്ടാറ്റോ, മധുരക്കിഴങ്ങ്, കാച്ചിൽ, ചൈനീസ് പൊട്ടാറ്റോ, കൂർക്ക. ഇത്രയും എഴുതി വയ്ക്കുക. വിച്ച് കാറ്റഗറി ഓഫ് ഫുഡ് ഐറ്റംസ് ആർ ദയർ ഇൻ ദി ഫിഫ്ത്ത് ബാസ്ക്കറ്റ്? അതായത് 5ാമത്തെ ബാസ്ക്കറ്റിലുള്ള ഫുഡ് ഐറ്റം ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? പൾസസ്. അതിൻ്റെ ആൻസർ പൾസസ്, പയറുവർഗ്ഗങ്ങൾ. വാട്ട് ആർ ദി പൾസസ് ദാറ്റ് വി യൂസ് ആസ് ഫുഡ്? റൈറ്റ് ദം ഡൗൺ. നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതൊക്കെ പയറുവർഗ്ഗങ്ങളാണെന്ന് എഴുതി നോക്കുക. ബീൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം? ഗ്രീൻ ഗ്രാം എഴുതാം, ചെറുപയർ, ബ്ലാക്ക് ഗ്രാം, ഉഴുന്ന്, കൗപീസ്, വൻപയർ, സോയാബീൻ, ഗ്രീൻ പീസ്, ഹോഴ്സ് ഗ്രാം, മുതിര, ബംഗാൾ ഗ്രാം, കടല, പീനട്ട്, കപ്പലണ്ടി. അടുത്തത് എന്താണ്? സെറിൽസ്. സെറിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ധാന്യങ്ങൾ. വാട്ട് ആർ ദി ഫുഡ് ഐറ്റംസ് ഇൻ ദി 6th ബാസ്ക്കറ്റ്? വാട്ട് ഡിഷസ് ഡു യു നോ ദാറ്റ് ആർ മെയ്ഡ് യൂസിങ് ദീസ് ഐറ്റംസ്? കംപ്ലീറ്റ് ദി വേഡ്സൺ. അതായത് 6ാമത്തെ കൂടയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? ഇവ ഉപയോഗിച്ച് ഏതൊക്കെ വിഭവങ്ങൾ തയ്യാറാക്കാം? പദസൂര്യൻ പൂർത്തിയാക്കണം. റൈസ് വെച്ച് എന്തൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കാം? അപ്പം, ഇടിയപ്പം, പത്തിരി, പുട്ട്, ദോശ, പായസം, ബിരിയാണി, ഇവയൊക്കെ റൈസ് വെച്ച്, അരി വെച്ച് ഉണ്ടാക്കാൻ പറ്റും. അടുത്തത് വീറ്റ് വെച്ച് എന്തൊക്കെ ഉണ്ടാക്കാം? ഗോതമ്പ് വെച്ച് ചപ്പാത്തി, ദോശ, പുട്ട്, പായസം, അപ്പം, അട, കേക്ക്, ഇതെല്ലാം നമുക്ക് ഗോതമ്പ് വെച്ച് ഉണ്ടാക്കാം. അടുത്തെന്താണ്? മില്ലറ്റ്സ്. മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങൾ. കുറച്ച് മില്ലറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫിംഗർ മില്ലറ്റ്, റാഗി, ഫോക്സ്റ്റൈൽ മില്ലറ്റ്, തിന, ലിറ്റിൽ മില്ലറ്റ്, ചാമ. ദീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി കാറ്റഗറി ഓഫ് മില്ലറ്റ്സ്. ചെറുധാന്യങ്ങൾ എന്ന വിഭാഗത്തിലാണ് ഇവ ഉൾപ്പെടുന്നത്. ഈ മില്ലറ്റ്സ് ഒക്കെ ചെറുധാന്യങ്ങൾ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഫൈൻഡ് ഔട്ട് ദി ഡീറ്റെയിൽസ് ഓഫ് അതർ മില്ലറ്റ്സ്. കുറച്ച് മറ്റ് മില്ലറ്റ്സിൻ്റെ പേരും കൂടെ എഴുതുക. ഏതൊക്കെ എഴുതാം? പേൾ മില്ലറ്റ്, ബർനാട്ട് മില്ലറ്റ്, കോഡോ മില്ലറ്റ്. ഡു യു നോ അബൌട്ട് ദി ഡിഷസ് പ്രിപ്പയർഡ് വിത്ത് മില്ലറ്റ്സ്? ലിസ്റ്റ് ദം ഔട്ട്. അതായത് നിങ്ങൾക്ക് ഈ ചെറുധാന്യങ്ങൾ കൊണ്ട്, മില്ലറ്റ്സ് കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷ്യവിഭവങ്ങളെക്കുറിച്ച് അറിയാമോ? അവയുടെ പേരുകൾ എഴുതാനാണ്. ഏതൊക്കെയാണ്? റാഗി, പുട്ട്, ചാമ, ഉപ്പുമ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ എന്ത് എഴുതാം? ചാമക്കഞ്ഞി എഴുതാം. ചാമ കൊണ്ട് കഞ്ഞി ഉണ്ടാക്കും. പിന്നെ റാഗി കൊണ്ട് അപ്പം ഉണ്ടാക്കും, റാഗി അപ്പം. പിന്നെ റാഗി ഉപ്പുമ, റാഗി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കും. പിന്നെ റാഗി കൊണ്ട് അട ഉണ്ടാക്കും. പിന്നെ തിന വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കും. നെക്സ്റ്റ് ആർ മില്ലറ്റ്സ് ഗ്രോൺ ഇൻ യുവർ ഏരിയ? ഫൈൻഡ് ഔട്ട്. നിങ്ങളുടെ പ്രദേശത്ത് മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിച്ചറിയണം. ഇടമലക്കുടി ഇൻ ഇടുക്കി ഡിസ്ട്രിക്ട് ഈസ് ദി ഓൺലി ട്രൈബൽ പഞ്ചായത്ത് ഇൻ കേരള
കൊറങ്കാട്ടി ഈസ് എ ഡിഷ് പ്രിപ്പയർഡ് ബൈ ദി റെസിഡൻസ് ബൈ മേക്കിംഗ് പുഡിംഗ് ഫ്രം ഫിംഗർ മില്ലറ്റ്. അതായത് കേരളത്തിലെ ഒരു ഗോത്രവർഗ പഞ്ചായത്താണ് ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി. അവിടുത്തുകാർ റാഗി ഉപയോഗിച്ചൊരു റാഗി കുറുക്കിയൊരു ഭക്ഷണം തയ്യാറാക്കും. അതിൻ്റെ പേര് കൊറങ്കാട്ടി എന്നാണ്. കൊറങ്കാട്ടി, റാഗി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഭക്ഷണം കൊറങ്കാട്ടി. Expand the list below by finding more food items in each category like fruits, vegetables and grains. അതായത് പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ തുടങ്ങിയ ഓരോ കാറ്റഗറിയിലും കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തി താഴെ കൊടുത്തിരിക്കുന്ന ഈ പട്ടിക നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് സെറീൽസ് എഴുതാം, ധാന്യങ്ങൾ എഴുതാം. അതിൽ എന്തൊക്കെ വരും? റൈസ്, വീറ്റ്, റാഗി, തിന, ചാമ. മില്ലറ്റ്സിലാണ് റാഗിയും തിനയും ചാമയും വരുന്നതെങ്കിലും നമുക്ക് സെറീൽസിലും ഇവ എഴുതാം. ട്യൂബേഴ്സിൽ എന്താ എഴുതാം? യാം, ടാപ്പിയോക്ക, സ്വീറ്റ് പൊട്ടാറ്റോ, കാച്ചിൽ, ചൈനീസ് പൊട്ടാറ്റോ. ഇതൊക്കെ നമുക്ക് ട്യൂബേഴ്സ് കിഴങ്ങുവർഗ്ഗങ്ങൾ എഴുതാം. അടുത്തത് പൾസസ്, അതായത് പയറുവർഗ്ഗങ്ങൾ. അപ്പോൾ എന്തൊക്കെ എഴുതാം? ബീൻസ്, ഹോഴ്സ് ഗ്രാം, പിന്നെ ഗ്രീൻ പീസ്, ഗ്രീൻ ഗ്രാം, ബ്ലാക്ക് ഗ്രാം. ഇതൊക്കെ നമുക്ക് പയറുവർഗ്ഗങ്ങളിൽ എഴുതാം. ഹോഴ്സ് ഗ്രാം എന്ന് പറഞ്ഞാൽ മുതിര, ഗ്രീൻ പീസ് എന്ന് പറഞ്ഞാൽ പച്ച നിറമുള്ള കണ്ടിട്ടില്ലേ. പിന്നെ ഗ്രീൻ ഗ്രാം ചെറുപയർ, ബ്ലാക്ക് ഗ്രാം എന്ന് പറഞ്ഞാൽ ഉഴുന്ന്. പിന്നെ നമുക്ക് വെജിറ്റബിൾസിൽ ലേഡീസ് ഫിംഗർ, സ്പിനാച്ച്, ഒനിയൻ, പിന്നെ നമുക്ക് ക്യാരറ്റ്, പംകിൻ ഇവയൊക്കെ എഴുതാം. ഫ്രൂട്ട്സിൽ എന്താ എഴുതാം? ആപ്പിൾ, ഗുവ, ഗ്രേപ്സ്, മാംഗോ, അങ്ങനെ കുറേ എഴുതാം. പിന്നെ കൊടുത്തിരിക്കുന്നത് അനിമൽ സോഴ്സസ്, ഫ്രം അനിമൽ സോഴ്സസ്, മൃഗങ്ങളിൽ നിന്ന് എന്തൊക്കെ കിട്ടും? എഗ്ഗ്, മിൽക്ക്, മീറ്റ്, ഫിഷ്, ഇവയെല്ലാം നമുക്ക് മൃഗങ്ങളിൽ നിന്ന് കിട്ടും. ഹെൽത്ത് ആൻഡ് ഫുഡ്, ആരോഗ്യവും ഭക്ഷണവും. വൈ ഷുഡ് വി ഇൻക്ലൂഡ് ഫുഡ്സ് ഫ്രം ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഇൻ അവർ ഡയറ്റ്? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അതായത് നമ്മൾ ഈ വിവിധ കാറ്റഗറിയിൽപ്പെട്ട ഭക്ഷ്യവസ്തുക്കളെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതെന്തിനാണ് ഉൾപ്പെടുത്തുന്നത്? അത് കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യുക. ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത്, നന്നായിട്ട് വളരാനായിട്ടാണ് അല്ലേ. എല്ലാ ഭക്ഷ്യവസ്തുക്കളും നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം, അത് നന്നായി വളരാൻ. പിന്നെ എന്താണ്? ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ഡിസീസ്, രോഗങ്ങൾ വരാതിരിക്കാൻ. പിന്നെ എന്താ പറഞ്ഞാൽ എഴുതി ചേർക്കണം? ടു ഗെറ്റ് എനർജി ഫോർ വർക്ക്, നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു എനർജി, ഊർജം കിട്ടും. നെക്സ്റ്റ് ലെറ്റ്സ് ഡ്രോ, വരച്ച് ചേർക്കാം. ഡ്രോ ദി പാത്ത് ഫ്രം ഫുഡ് ഐറ്റംസ് ത്രൂ ദി ബലൂൺ യാം. യു ക്യാൻ റീച്ച് ദി ബലൂൺ ലിസ്റ്റഡ് വിത്ത് ദി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് ദോസ് ഫുഡ്സ്. ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ബലൂണിൻ്റെ നൂലിലൂടെ വരച്ചു നോക്കൂ. ആ ഭക്ഷ്യവസ്തുക്കളിലൂടെ ശരീരത്തിന് കൂടുതലായി ലഭിക്കുന്ന ഗുണങ്ങൾ രേഖപ്പെടുത്തിയ ബലൂണിലെത്താം. അത് നെക്സ്റ്റ് പേജിലാണ്, നമുക്ക് നോക്കാം. ബലൂണിൻ്റെ നൂലിലൂടെ വരച്ചു നോക്കാം. ഒന്നാമത്തെ ബലൂൺ എന്താണ് എഴുതിയിരിക്കുന്നത്? ഹെൽപ്സ് പ്രോപ്പർ ഗ്രോത്ത്, ശരീര വളർച്ചയെ സഹായിക്കുന്നു. ഏതാണ്? ഇതിൻ്റെ നൂല് നമുക്ക് വരയ്ക്കണം. രണ്ടാമത്തെ ബാസ്ക്കറ്റ് തമ്മിൽ ചേർത്ത് വരയ്ക്കണം. പൾസസ്, മിൽക്ക്, മീറ്റ്, എഗ്ഗ്, ഫിഷ്. ഇനി രണ്ടാമത്തെ ബലൂണിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഹെൽപ്സ് ഗീവിങ് സ്ട്രെങ്ത് ടു ഡു വർക്ക്, ജോലികൾ ചെയ്യുന്നതിനുള്ള ശക്തി ലഭിക്കുന്നു. അത് നമുക്ക് മൂന്നാമത്തെ ബാസ്ക്കറ്റ്. സെറീൽസ് ആൻഡ് ട്യൂബേഴ്സ്, അവ തമ്മിൽ വരച്ച് ചേർക്കണം. അടുത്തത് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ഡിസീസസ്, രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നു. അതേതാണ്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പോൾ അവ വരച്ച് ചേർക്കുക. ലെറ്റ്സ് റൈറ്റ് ദ ഇൻഫർമേഷൻ വി ഹാവ് ഗാതേർഡ്, നാം മനസ്സിലാക്കിയ വിവരങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ഫുഡ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെനിഫിറ്റ്സ് വി ഗെറ്റ് ഫ്രം ദം, അതായത് അതിൽ നിന്ന് ലഭിക്കുന്ന ഗുണങ്ങളും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഫുഡ് ഐറ്റംസ്? സെറീൽസ്, അവിടെ എന്ത് ചെയ്താം? ഗിവ്സ് എനർജി ടു ദി ബോഡി. പിന്നെ എന്താ? അതായത് ബോഡിക്ക് ആവശ്യമുള്ള എനർജി ലഭിക്കുന്നു സെറീൽസിൽ നിന്ന്, ധാന്യങ്ങളിൽ നിന്ന്. പിന്നെ എന്താണ്? ട്യൂബേഴ്സ്, കിഴങ്ങുവർഗ്ഗങ്ങൾ. ഗിവ് ന്യൂട്രിയൻസ് ഫോർ ബോഡി ഗ്രോത്ത്, അതായത് ബോഡി വളർച്ചയ്ക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് ലഭിക്കുന്നു. വെജിറ്റബിൾസ് പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി, എന്താണ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു രോഗപ്രതിരോധ ശേഷി കിട്ടുന്നു വെജിറ്റബിൾസിൽ നിന്ന്. ഫ്രൂട്ട്സ് പ്രൊട്ടക്റ്റ് ഫ്രം ഡിസീസസ്, അതായത് അസുഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. പൾസസ്
പ്രിവെൻറ്റ് ഡിസീസസ്, അതായത് രോഗങ്ങളെ തടയുന്നു. മിൽക്ക് ഗീവ്സ് എനർജി, ഹെൽപ്സ് ടു ഗ്രോത്ത്, അതായത് നമുക്ക് വളരാനുള്ളൊരു എനർജി കിട്ടുന്നു. മീറ്റ് ഗീവ്സ് എനർജി ടു ദി ബോഡി, ബോഡിക്ക് ആവശ്യമായ എനർജി കിട്ടുന്നു. എഗ് ഹെൽപ്സ് ടു ദി കൺട്രോൾ ബോഡി വെയ്റ്റ്, അതായത് എഗ്ഗൊക്കെ കഴിച്ചാൽ നമുക്ക് നമ്മുടെ ബോഡി വെയ്റ്റൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും, സഹായിക്കും. ഫിഷ് ഗീവ് ന്യൂട്രിയൻസ് ഫോർ ബോഡി ഗ്രോത്ത്, അതായത് ബോഡിയുടെ വളർച്ചയ്ക്ക് വേണ്ട ന്യൂട്രിയൻസൊക്കെ കിട്ടുന്നു. ഈറ്റിംഗ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഈസ് നെസസറി ഫോർ ദി ഹെൽത്ത് ആൻഡ് ഗ്രോത്ത് ഓഫ് അവർ ബോഡീസ്, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വിവിധ തരത്തിലുള്ള ഭക്ഷ്യവിഭവങ്ങൾ കഴിക്കേണ്ടത് ആവശ്യമാണ്. നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ്, ഡോണ്ട് യു ഓൾസോ ഈറ്റ് ഫുഡ്സ് പ്രിപ്പയർഡ് ഇൻ ഓയിൽ? വാട്ട് ആർ ദേ? എണ്ണയിലൊക്കെ തയ്യാറാക്കുന്ന വിഭവങ്ങളൊക്കെ നിങ്ങൾ കഴിക്കാറില്ലേ? അവ എന്തൊക്കെയാണ്? ലിസൺ ടു വാട്ട് ദി ഡോക്ടർ സേസ്, ഡോക്ടർ പറയുന്നത് കേൾക്കാം. ഫാറ്റ് ഫ്രം എഡിബിൾ ഓയിൽസ് ഗീവ്സ് us energy to work, but excessive use of these oils will increase body fat. This may lead to various diseases. Therefore, eating friend food products should be reduced as much as possible. അതായത് നമുക്ക് ഈ ഭക്ഷ്യ എണ്ണകളിൽ നിന്ന്, അതായത് നമുക്ക് ഭക്ഷണം തയ്യാറാക്കാൻ ഉള്ള എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന കൊഴുപ്പ്, ഫാറ്റ് നമുക്ക് ജോലി ചെയ്യാനുള്ള ശക്തിയൊക്കെ നൽകുന്നുണ്ട്. എന്നാൽ ഇവയുടെ അമിതമായ ഉപയോഗം ശരീരത്തിലെ കൊഴുപ്പിനെ വർദ്ധിപ്പിക്കും. ഇതുകൊണ്ട് പല വിധത്തിലുള്ള രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുകൊണ്ട് എണ്ണയിൽ വറുത്ത ആഹാര പദാർത്ഥങ്ങളുടെ ഉപയോഗം നമ്മൾ പരമാവധി കുറയ്ക്കണം എന്നാണ് ഡോക്ടർ പറയുന്നത്. ഡ്രിങ്കിങ് വാട്ടർ, കുടിവെള്ളം. ഹൗ മെനി ഗ്ലാസസ് ഓഫ് വാട്ടർ ഡു യു ഡ്രിങ്ക് എ ഡേ? അതായത് നിങ്ങൾ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കും? Children of your age should drink 6 to 8 glasses of water a day. This may change depending on the physical activities we do. Fruits and vegetables should also be included in the diet. നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികൾ ദിവസവും 6 മുതൽ 8 വരെ, അതായത് നമ്മുടെ പ്രായം ഉദ്ദേശം നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ദിവസവും 6 മുതൽ 8 വരെ ഗ്ലാസ് വെള്ളം കുടിക്കണം. കാലാവസ്ഥയ്ക്കും മറ്റ് കായിക പ്രവർത്തനങ്ങൾക്കും അനുസരിച്ചൊക്കെ ഇതിന് മാറ്റം വരാം. അതായത് ചില മഴയുള്ള കാലാവസ്ഥയാണെങ്കിൽ നമ്മൾ വെള്ളം കുറച്ച് കുടിക്കുകയുള്ളൂ. പിന്നെ ഒരുപാട് കളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, കായിക പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ മാറ്റങ്ങളൊക്കെ വരും. പഴങ്ങൾ, പച്ചക്കറികളെല്ലാം എന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും വേണം. ഇനി നമുക്ക് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലെടുക്കാം. എല്ലാവരും പുസ്തകം നന്നായിട്ട് വായിക്കുക.